ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്ലേ വിത്ത് ഷാർലോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിന്ന് ഇന്നൊരു ദിവസത്തിന്. കാരണം ഞാൻ ഈ ഇത് ഫ്രീ ആയിട്ട് മൈൻക്രാഫ്റ്റിനെ കൊടുക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വിട്ട ഷോർട്സ് ഞാൻ പറഞ്ഞ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഈ ക്യാമറ എന്തെന്നല്ല, പിന്നെ ഈ വണ്ടീൻ്റെ ചെസ്റ്റിൽ മൊത്തം സാൻഡാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഒരു അവിടെ എത്തിയിട്ട് പറയാം. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ഞാൻ ചിലപ്പോൾ മൾട്ടിപ്ലെയർ ആണ്. ഓനെ ഓക്കെ ആണെങ്കിൽ ഓനെ ഞാൻ അടുത്ത വീഡിയോ ഇട്ട് കാണിക്കുക. ഇതാ കണ്ടോളെ, വലിയ സൂപ്പർ സ്മെൽട്ടർ. ഇതെത്ര 40 സൂപ്പർ സ്മെൽട്ടറാണ്. ഇവിടെ ഒന്ന് അടിച്ചങ്ങ് പരത്തണം. ഇതിലൊക്കെ ഫ്യൂൽ ഞാൻ സെറ്റാക്കി വെച്ചോളൂ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചെന്ന് വെച്ചോണം. ഇനി ബാക്കിയുള്ള വെക്കാനുള്ളതിനാണ് ഞാൻ അത് കൊടുക്കുന്നുണ്ട്. അത് ഈ ചെസ്റ്റ് വെക്കാൻ ഇത് ഓണാക്കിട്ടെ. ഇത് കോളം ബാക്കിയുണ്ട്. അപ്പോൾ അത് ഓടിക്കോട്ടെ. ഞാൻ പോയി നമ്മളെ ക്യാമലിൻ്റെ പുറത്ത് വരണില്ല തൽക്കാലം, കാരണം അതിനെയും പിന്നെ നോക്കണം. അതിൽ എടുക്കല്ലേ, ഓനെടുക്കാം. ഇവനക്ക് ഇതാണ് പറ്റാത്ത, ഓൻ്റെ പേരയിൽ കയറിപ്പോവും. ഓൻ്റെ പേര് എന്നുള്ള പേര് എവിടെ ക്യാമറ വിട്ടാൻ ഇവൻ വിചാരിക്കുന്ന വണ്ടിയില്ല കേട്ടോ. ഒടുക്കത്തെ സ്പീഡാ, ഒടുക്കത്തെ സ്പീഡാ. ഇവൻ്റെ ചെവി നോക്കി, ഈ ചെവി കാണുമ്പോൾ നല്ല ക്യൂട്ടല്ലേ. പാവത്തിൻ്റെ മാതിരിയാണ് ഇവൻ്റെ ആള്. പാവാട്ടോ. ഇത് റിട്രീവ് ചെയ്യാം. ഇവനെ കൊണ്ട് വലിപ്പിച്ച അത് സ്മെൽറ്റ് ആവേണ്ട നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ കുട്ടാ ലീശിട്ട് ഇവിടെ അമ്മമാര് ഫുഡ് അടിക്ക് ഡ്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബോട്ടിന്ന് ഇൻവെൻറ്ററി നിറച്ച സാധനം ഗൈസ്. 2 ഡബിൾ ചെസ്റ്റ് ആണ്, പക്ഷേ അതിനകത്തുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നില്ല. ഇതൊക്കെ ഈ ബോട്ടൊക്കെ സ്വിച്ച് ചെയ്താണ്ട് നമുക്ക് സാധനം സെറ്റാക്കാം. ഇതെങ്ങനെ ഈ അയൺമാൻ സൂപ്പർമാൻ്റെ സ്കിന്ന് കൂടെ വേറെയും കുറച്ച് സ്കിന്നുകളുണ്ട്. അതെങ്ങനെ എടുക്കേണ്ടി എന്നുള്ളതിൻ്റെ ഷോർട്സ് ഞാൻ ഇറക്കിയിരിക്കണം. അപ്പോൾ വേണ്ടപോലെ പോയി ചെക്ക് ചെയ്യാം. ഇനി മൊത്തം എന്തൊക്കെ ലോഡ് ചെയ്യാം. എൻ്റെ കൈക്കലിനും എത്ര ഒരു അരസ്റ്റേക്ക് ആയിട്ട് കാണണം. ഇത് മൊത്തം എന്തൊക്കെ വെക്കട്ടെ. കണ്ട പോണ്ട് ഇനി അത് മൊത്തമായിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം തന്നെ കത്താൻ ചാൻസ് ഉണ്ടല്ല, 3 കത്തിയിട്ടുള്ളൂ. ഇതൊന്ന് ഓഫാക്കാം. ഇനി പോകട്ടെ. കണ്ട പോകും തോറും ഇങ്ങനെ തീ കൂടിയുണ്ട്. ഏടാകും അരകൊമ്മാലേ എന്നിട്ടെന്നാ ഇവന് ഇതിൻ്റെ മേൽ കൂടി നടക്കാൻ പറ്റുമോ? സത്യം പറയാൻ അറിയില്ല. ഞാൻ ഇവരെ കൊണ്ടുപോയി അവിടെ പൂട്ടിയിടട്ടെ. അതിൽ നടക്കൂല. ഞങ്ങൾക്കിനി കുറേ ഫാമുകൾ ഉണ്ടാക്കണം. അത് സ്മെൽറ്റ് ആവേണ്ട നേരം കൊണ്ട് നമുക്ക് അവിടുത്തെ ബാക്കി പുല്ലാളൊക്കെ വെട്ടിത്തളിക്കാം. ഇവിടെ നിന്നോ കൊടുക്കത്തെ ലാഗ് ഇടേഴ്സ്. തീ വല്ല ശവലമുണ്ടോ? ശവലുണ്ടെങ്കിൽ യൂസ് ചെയ്തങ്ങ് തീർക്കാം. എന്തിനോ വേസ്റ്റ് ചെയ്ത്. പിന്നെ ഇത് രണ്ടും ഞാൻ മോബ് ഫാമിന് വേണ്ടി സെറ്റാക്കി വെച്ചാൽ ഇവിടെ കൈക്കത്ത് മൊത്തം തീക്കി വെച്ചിട്ട്. ഞാൻ പറഞ്ഞത് ഓൾറെഡി മൾട്ടിപ്ലെയർ വേൾഡ് ആയിരുന്നു എന്ന്. തണ്ടിൻ്റെ സാധനം കെടുത്തിച്ച് എൻ്റെ അയൺ ഫാമത്തെ ഞാൻ അവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അയൺ ഫാമുക്ക് തള്ളിയിട്ടു. അവനക്ക് വഴി ഉണ്ടാക്കി കൊടുത്ത് കയറ്റാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ വാട്ടർ സോഴ്സിൻ്റെ അവിടെ ബ്ലോക്കും വെച്ചങ്ങ് കയറി. അതും സെറ്റാക്കണം. ഷവലില്ല ഗൈസ്.
ഇവിടെ ഇതിൽ നിന്ന് കുറച്ച് സ്റ്റിക്ക് എടുക്കണം. ഇവിടെ ഷവൽ, പിന്നെ അതിനെ രണ്ടാക്കണം, എന്നിട്ടൊരു ഷവൽ. ഒറ്റ മതിയായ ഷവലല്ലേ. ഞങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റൊക്കെ പോയി ബാക്കിയൊക്കെ സെറ്റാക്കാം. ഈ ഗ്ലാസ് എൻ്റേത്. ഏതോ ഒരു പെട്ടിയിൽ ഇനി കുറച്ചും കൂടി ഗ്ലാസ് ഉണ്ട്. നമുക്കിനി സെറ്റാക്കാം. അതാ ഞാൻ പറഞ്ഞില്ലേ, 64 ഒരു സ്റ്റെപ്പ് കൃത്യം. വീഡിയോൻ്റെ അവസാനം നമുക്ക് ആദ്യം സെറ്റാക്കിയിട്ട് നമുക്ക് ഇതാക്കാം. ഇത് ഫുള്ള് വീഡിയോ ഞാൻ വെക്കേണ്ട കാണിച്ചു തരുന്നില്ല. ഞാൻ ഫുള്ള് സ്മെൽറ്റാക്കിയിട്ട് ഞാൻ നിരത്തിയിട്ടും വരാം. എന്നിട്ട് ഗ്ലാസ് വെക്കേണ്ടിയെന്ന് ടൈം ലാപ്സും വെക്കാം. അപ്പോൾ ഞാനിത് മൊത്തം സ്മെൽറ്റായിട്ട് വരും. അങ്ങനെ കുറച്ച് നേരമായി, ഫുള്ളൊന്നും ആയിട്ടില്ല, പക്ഷെ ഇതിനാവശ്യമുള്ളതായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ ഫുഡ് ഇവിടെ നോട്ടെ, ബാക്കി മൊത്തം ഞാൻ മേൽക്കേറ്റിക്കാം. ഫുഡ് റെഡ് സ്റ്റോൺ ടോർച്ച് പിന്നെ ഞാൻ യൂസ് ചെയ്ത് കുറച്ച് സ്പീഡ് കുറയുന്നുണ്ട്. അപ്പം ഇത് മൊത്തമായിട്ട് കൈക്കെടുക്കാം. മൊത്തമായിട്ട് ഞാൻ കൈക്കെടുക്കാം. ഇത് ഇടുന്നിട്ട് സ്റ്റാക്കുകളെ മൊത്തം ഞാൻ കൈക്കെടുത്തു. ഈ 8 കൂടി വെച്ചാൽ ഓക്കെ കറക്റ്റ്. ഈ ഡയറക്റ്റുള്ളിടത്തൊക്കെ നമുക്ക് സെറ്റാക്കണം. ഇവിടെ മൊത്തമായിട്ടൊരു ക്ലോസ്ഡ് വൈപ്പ് ഇരിക്കണം. പ്രത്യേകിച്ച് ഇവർക്കൊന്നും ഇല്ല എന്നുള്ള മതി. ഇതൊരു പിരമിഡ് ഷേപ്പ്. ഇത്രയാണ്. ഇവിടുത്തെ നമുക്ക് കളയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഇത് പൊട്ടിക്കണം, ബാക്കത്തൊക്കെ. അപ്പോൾ ഇതിൻ്റെ ടൈം ലാപ്സ് വേഗം കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. മൊത്തം പണിയും തീർന്നു. ഓക്കെ അല്ലേ? മൊത്തമായിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിലാക്കി. വലിയ ലുക്കൊന്നുമില്ല. നമുക്ക് സ്പെക്കേറ്റിൽ പോവാം. സ്പെക്കേറ്റർ ആകുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. ഒരു ഗ്ലാസിൻ്റെ തട്ടിപ്പൊട്ട സാധനം തന്നെ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഗ്യാപ്പ് ഇടും. ഇവിടെ ഒരു സ്റ്റെപ്പിൻ്റെ മേലുണ്ട് ഒരു ലെവൽ. ഈ ബാക്കിൽ ഞാൻ വെറുതെ ഒരു ലെയർ പൊട്ടി. ഇവിടെ ഉണ്ട്, പക്ഷേ എന്തോ ഒരു ലെവലപ്പായി. അത് ഈ ഹോപ്പറിലുണ്ട്. ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ്, അതിങ്ങനെ ഒരു സ്റ്റെപ്പ്. അങ്ങനെ കണ്ടാൽ മതി. ഇതൊക്കെ മതി. എന്നെ കൊണ്ട് എത്രയൊക്കെ പറ്റൂ. നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും വലിയ എന്തെങ്കിലും ആയിരിക്കും. അത്ര വലിയതൊന്നുമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ കാര്യം. ഇവിടെ ഗ്ലാസ് കളിന് ഒക്കെ സെറ്റാകണം. ഇനി ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യേണ്ട മുമ്പത്തെ കാര്യം ഗോഡിയും ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇന്നത്തെ വീഡിയോ ചത്തിയില്ലെങ്കിൽ സുഖമായിരിക്കും. ഗോൾഡ് കിട്ടാ അങ്ങനെ എനിക്കിഷ്ടമല്ല. ഞാനായിരുന്നു ബാക്കിയുള്ളവരാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചോദിച്ചാൽ എന്താ അൽ ഒട്ടഹനെ കൊണ്ടാകത്ത്? ഓൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഓൻ്റെ പേരാണ് അൽ ഒട്ടഹ. ഇത്
കുറച്ചും കൂടി സ്പീഡ് കിട്ടാനാണ് ഞാൻ എന്ത് ചെയ്ത്. അത്രക്കൊന്നും ആവശ്യം വന്നില്ല. അയൺഫാമിയെ എഫ് കെക്ക് തീരെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞതൊരു മൾട്ടിപ്ലെയർ വേൾഡ് ആക്കിയെന്ന്. ഓൻ വന്നപ്പോൾ ഞാൻ ചെറിയ പണിയെടുത്ത. ആദ്യമൊക്കെ സോളോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒറ്റ കളിച്ചിട്ട് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഓനെയും കൂട്ടി പിന്നെ അവിടെ കയറ്റി പാർക്ക് ചെയ്യാം. നമ്മൾ എഫ് കേൾക്കാന്നല്ല എന്തൊരു ഇഷ്ടമല്ലേ. കയറട്ടെ എന്നിട്ട് ഇവിടെ വെച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ചവന്നു. അടുത്ത സെറ്റ് വരുന്നു. ഇത് അടുത്ത ആൾ പോകുന്നു. ചവന്നു. അപ്പോൾ അമ്മമാരെ ഇവിടെ നിന്ന് നമുക്ക് ഔട്ട് എടുക്കാം. ആ കാര്യം ഈ കാര്യം എല്ലാ കാര്യം ചെയ്തതിന് ശേഷം വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. അതുവരേക്കും എല്ലാവർക്കും ബൈ.